നമസ്കാരം. ശ്രീമുരുകനും ശിവഭഗവാനും ഒരേ സന്നിധിയിൽ മൂലവരായി കുടികൊള്ളുന്നതും ചോഴനാട്ട് തിരുച്ചെന്തൂർ എന്നറിയപ്പെടുന്നതും ശ്രീമുരുകന്റെ വിവാഹ നിശ്ചയം നടന്ന സ്ഥലമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതുമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு ബാലസുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ മയിലാടുതുറൈ ജില്ലയിൽ തരങ്കമ്പാടിക്കടുത്ത് തിരുവിടക്കഴി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവരായ ശ്രീപരമേശ്വരൻ പാപവിനാശ പെരുമാൻ എന്ന നാമത്തിലും ശ്രീമുരുകൻ ബാലസുബ്രഹ്മണ്യ സ്വാമി എന്ന നാമത്തിലും ഒരേ സന്നിധിയിൽ അനുഗ്രഹം ചൊരിയുന്നു. ദേവി ശ്രീപാർവതി തരങ്കമ്പാടി ക്ഷേത്രത്തിലേക്ക് പോയി എന്ന ഐതിഹ്യമുള്ളതിനാൽ ഇവിടെ ദേവിക്ക് പ്രത്യേകം സന്നിധിയില്ല. തമിഴ്നാട്ടിലെ പ്രശസ്തമായ ശ്രീമുരുകന്റെ ക്ഷേത്രങ്ങളിൽ ഇതും ഒന്ന്. തിരുപ്പറംകുன்றത്തിലേക്ക് പോകുവാൻ ദേവയാനി ശിവഭഗവാനോട് അനുവാദം ചോദിച്ച സ്ഥലവും ശ്രീമുരുകന് പാപവിമോചനം ലഭിച്ച സ്ഥലവുമാണ് തിരുവിടക്കഴി. തീവ്ര മുരുകഭക്തനായിരുന്ന അരുണഗിരിനാഥർ ഇവിടെ മുരുകന് തിരുപ്പുകഴും സേന്തനാർ തിരുപ്പല്ലാണ്ടും പാടിയിട്ടുണ്ട്. തിരുമുറയിൽ ഇടം പിടിച്ചിട്ടുള്ള മുരുക ക്ഷേത്രങ്ങളിൽ ഇതും ഒന്ന്. പ്രധാനമായും ശ്രീമുരുകന്റെ വിവാഹ നിശ്ചയം നടന്ന സ്ഥലമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. തിരുച്ചെന്തൂരിൽ ശ്രീമുരുകൻ ശൂരപത്മനെ പോരിൽ വധിച്ചപ്പോൾ ശൂരപത്മന്റെ രണ്ടാമത്തെ മകനായ ഹിരണ്യാസുരൻ പിതാവിന് മരണാനന്തര ക്രിയകൾ ചെയ്യാൻ വേണ്ടി പോരിൽ നിന്ന് പിൻവാങ്ങി തരങ്കമ്പാടി കടലിൽ വലിയൊരു മീനിന്റെ രൂപത്തിൽ ഒളിഞ്ഞിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാക്കി വന്നു. ഇത് മനസ്സിലാക്കിയ ശ്രീമുരുകൻ അസുരനെ തേടിപ്പിടിച്ച് സംഹരിച്ചു. ഹിരണ്യാസുരൻ ഒരു തീവ്ര ശിവഭക്തനാകിയാൽ അസുരനെ കൊന്ന പാപത്തിന് ശ്രീമുരുകന് ദോഷമേർപ്പെട്ടു. അസുരനെ കൊന്ന ദിവസം ഒരു വൈകാശി മാസം ചതയ നക്ഷത്രം. മാതാവ് പാർവതിയുടെ ഉപദേശപ്രകാരം ശ്രീമുരുകൻ തരങ്കമ്പാടി കടലിനടുത്തുള്ള ശിവാലയത്തിൽ ഒരു കുരാമരത്തിനടിയിൽ കടും തപസ് അനുഷ്ഠിച്ചു. മനസ്സറിഞ്ഞ ശിവഭഗവാൻ ശ്രീമുരുകന്റെ പാപം നീക്കി മകനെ ഇവിടെ കുടികൊള്ളാൻ നിർദ്ദേശിച്ച ശേഷം പിൻവശത്തായി ശിവഭഗവാനും കുടികൊണ്ടു എന്നാണ് ഐതിഹ്യം. ശ്രീമുരുകൻ ഇവിടെ കുരാമരത്തിനടിയിൽ തപസ് ചെയ്ത ഐതിഹ്യത്താൽ ഇവിടം തിരുക്കുരാവടി എന്നറിയപ്പെട്ടു. ശ്രീമുരുകന്റെ ദോഷം കഴിഞ്ഞ അല്ലെങ്കിൽ നീക്കിയ ഇടം എന്നർത്ഥത്തിൽ പിന്നീടത് തിരുവിടക്കഴി എന്നായി മാറി. പിന്നീടൊരു കാലത്ത് രാഹുദേവൻ ഈ കുരാമരത്തിനടിയിൽ ശ്രീമുരുകനെ പ്രാർത്ഥിച്ച് തന്റെ ദോഷം മാറ്റി എന്ന ഐതിഹ്യത്തിനാൽ ഭക്തർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ രാഹുദോഷം നീങ്ങും എന്നും വിശ്വാസമുണ്ട്. ശ്രീമുരുകൻ തന്നെ നവഗ്രഹ നായകനായി വിളങ്ങുന്നതിനാൽ ഇവിടെ പ്രത്യേകം നവഗ്രഹ സന്നിധിയില്ല. ഇവിടെ ശ്രീമുരുകനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നവഗ്രഹ ദോഷവും നീങ്ങുമെന്നാണ് വിശ്വാസം. തില്ലയിൽ പൊന്നമ്പലക്കൂത്തന് തിരുവാതിര നാളിൽ കളിനിവേദ്യം സമർപ്പിച്ച് തിരുപ്പല്ലാണ്ട് പാടി തിരുത്തേരിനെ തില്ലവീതികളിൽ എഴുന്നള്ളിച്ചയാളായ സേന്തനാർ ഇവിടെയുള്ള തിരുക്കുരാമരത്തിനടിയിൽ മുക്തിയടഞ്ഞത് ഒരു തൈപ്പൂയ ദിവസമാണ്. എല്ലാ വർഷവും അന്നേ ദിവസം സേന്തനാർക്ക് അഭിഷേക ആരാധനകൾ നടക്കുന്നു. ഈ കുരാമരത്തിനടിയിൽ ഭദ്രലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ശിവലിംഗത്തിന് നിത്യാരാധനകൾ ഉണ്ട്. ഭക്തർ ഈ മരത്തിനടിയിലിരുന്ന് ധ്യാനിക്കുന്നതും ഇവിടെ കാണാം. ഈ ക്ഷേത്രത്തിൽ ദേവയാനി തപരൂപത്തിലാണ്. ശ്രീമുരുകനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തിൽ ദേവി തപസ്സനുഷ്ഠിക്കുകയാണ് ഇവിടെ. ദേവേന്ദ്രന്റെ മകൾ ദേവയാനിയുടെയും ശ്രീമുരുകന്റെയും വിവാഹ നിശ്ചയം നടന്ന പ്രശസ്ത ക്ഷേത്രമാണ് തിരുവിടക്കഴി സുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിൽ. പുരട്ടാസി മാസം ആദ്യ വെള്ളിയാഴ്ച ചിദംബരത്ത് നിന്ന് പുറപ്പെട്ട് ഏകദേശം 50 കിലോമീറ്റർ ദൂരം ഭക്തർ പാദയാത്രയായി വന്ന് ഇവിടെ ശനിയാഴ്ച രാത്രിയിൽ എത്തുന്നു. അന്നേ ദിവസം രാത്രി ഇവിടെ തങ്ങി ഞായറാഴ്ച രാവിലെ ക്ഷേത്രമണ്ഡപത്തിൽ നിന്ന് പാൽക്കാവടി എടുത്ത് പുരാമരത്തിനടിയിൽ വെച്ച് മഹാ അഭിഷേകവും ദീപാരാധനയും ചെയ്യുന്ന വിശേഷമായ ചടങ്ങുകൾ ഇവിടെ 38 വർഷത്തിലധികമായി നടന്നുവരുന്നു. ഏകദേശം 2000 വർഷത്തിലധികം പഴക്കം തോന്നിക്കുന്നതും 7 നില രാജഗോപുരത്തോടെ കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന തിരുവിടക്കഴി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മുസുകുന്ദ ചക്രവർത്തി പുനർനിർമ്മാണം ചെയ്തതായിരിക്കാം എന്നാണ് അനുമാനം. നായ്ക്കർ രാജാക്കന്മാരും അവരുടേതായ രീതിയിൽ സംഭാവനകൾ ക്ഷേത്രത്തിന് ചെയ്തിട്ടുണ്ട്. മുമ്പുകാലത്ത് മകിഴവനമെന്നും പുരാപ്പള്ളി എന്നും അറിയപ്പെട്ടിരുന്ന ഇവിടെ നിന്നും പല ശിലാഫലകങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ പ്രകാരം ഇവിടെ ധാരാളം മഠങ്ങൾ ഉണ്ടായിരുന്നെന്നും വേദം പഠിപ്പിക്കുന്ന ബ്രാഹ്മണർക്ക് നിലങ്ങൾ നൽകിയതായും കുറിപ്പുണ്ട്. ശിലാഫലകങ്ങളിൽ ഒന്നിൽ ശ്രീമുരുകനെ തിരുക്കുരാത്തുടയാർ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്തേക്ക് ചെന്നാൽ കൊടിമരം, ബലിപീഠം, വിനായകർ. ഇവിടെ കൊടിമരത്തിനടിയിൽ വിനായകരോടൊപ്പം വേലവനും ദർശനം തരുന്നു. ഇവിടെ മാത്രമായി 16 വിനായകരുണ്ട്. ഈ ക്ഷേത്രത്തിൽ സർവവും സുബ്രഹ്മണ്യം എന്നതിനാൽ പ്രദോഷനായകർ, ചന്ദ്രശേഖരർ, സോമസ്കന്ദർ എന്നിങ്ങനെ ഒട്ടുമിക്ക മൂർത്തികളും വലതുകരത്തിൽ വജ്രവേലോടെ സുബ്രഹ്മണ്യ സ്വാമി സ്വരൂപമായി ദർശനം തരുന്നു. ഇവിടെയുള്ള ശിവചണ്ഡികേശ്വരരും ഗുഹചണ്ഡികേശ്വരരും മഴുവിനു പകരം കയ്യിൽ വജ്രവേലേന്തിയാണ് നിൽക്കുന്നത്. ക്ഷേത്ര മുൻമണ്ഡപത്തിൽ തിരുപ്പുകൾ പാടലുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ 4 അതിരുകളിലും അയ്യനാർ കോവിലുകൾ ഉള്ളതായി പറയപ്പെടുന്നു. ഗർഭഗൃഹത്തിൽ മുൻവശത്ത് സ്ഫടികലിംഗവും തെക്കിൽ ദക്ഷിണാമൂർത്തിയും പിൻവശത്ത് പാപനാശ പെരുമാനും വടക്കിൽ വസിഷ്ഠലിംഗവും സ്ഥാപിച്ചിരിക്കുന്നത് വിശേഷമായി കരുതപ്പെടുന്നു. ഇവിടെ മുരുകന് വാഹനമായി മയിലിനു പകരം ആനയാണ്, അതായത് ഐരാവതം. പ്രധാന സന്നിധിയിൽ ദ്വാരപാലകർ കാവൽ നിൽക്കെ ശ്രീമുരുകൻ ഏകദേശം 6 അടി ഉയരത്തിൽ വലതുകൈ അഭയമുദ്രയോടെ ഇടതുകൈ തുടയിലമർത്തി വേൽ പൂവൻകോഴി കൊടിയടയാളത്തോടെ
ബാലസുബ്രഹ്മണ്യ സ്വാമി എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. മുന്നിലായി പാപം നീങ്ങാൻ ശ്രീമുരുകൻ പൂജിച്ച സ്ഫടികലിംഗം, പിൻവശത്തായി പാപവിനാശ പെരുമാൻ എന്ന നാമത്തിൽ ശിവലിംഗം. ശിവഭഗവാൻ മകനെ മുന്നിൽ നിർത്തി പിൻവശത്തേക്ക് ഒതുങ്ങി നിൽക്കുകയാണ് ഇവിടെ. ഗർഭഗൃഹം ഒന്നാണെങ്കിലും ഇരുവർക്കും തനിത്തനി വിമാനങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിൽ ശ്രീമുരുകന്റെ വൃക്ഷം കുരാമരവും ശിവഭഗവാന്റേത് മകിഴമരവുമാണ്. ചെയ്ത തെറ്റുകൾക്ക് ഭക്തർ ഈ സന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ പാപവിമോചനം ലഭിക്കും എന്നാണ് വിശ്വാസം. വലതുഭാഗത്തായി പ്രത്യേകം സന്നിധിയിൽ ദേവി ദേവയാനി ദേവസേനാംബികെ എന്ന നാമത്തിൽ തപരൂപത്തിൽ നിൽക്കുന്നു. അല്പം നാണത്തോടെ തലചരിച്ചു നിൽക്കുന്നത് പോലെയാണ് ദേവി പ്രതിഷ്ഠ. വെള്ളിയാഴ്ചകളിൽ ഈ ദേവി സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ വിവാഹഭാഗ്യം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠകളല്ലാതെ ചേന്തനാർ, ചന്ദ്രൻ, അരുണഗിരിനാഥർ, ദക്ഷിണാമൂർത്തി, നവശക്തികൾ, വിനായകർ, സുബ്രഹ്മണ്യർ, നാഗനാഥലിംഗം, ഗജലക്ഷ്മി, ലിംഗോദ്ഭവർ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം കുരാമരം, മകിഴമരം. ക്ഷേത്രതീർത്ഥം ശരവണതീർത്ഥം, ഗംഗക്കിണർ. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. തൈപ്പൂയം, പങ്കുനിയുത്രം, വൈകാശി വിശാഖം, തൃക്കാർത്തിക, ശിവരാത്രി, വിനായക ചതുർത്ഥി കൂടാതെ ശിവക്ഷേത്രങ്ങളിൽ ആഘോഷിക്കുന്ന എല്ലാ വിശേഷ ദിവസങ്ങളും ഇവിടെയും കൊണ്ടാടുന്നു. പൂജാസമയം രാവിലെ 8:30 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, വൈകുന്നേരം 5:30 മണി മുതൽ രാത്രി 9 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുക്കടയൂരിൽ നിന്ന് 6 കിലോമീറ്റർ, മയിലാടുതുറയിൽ നിന്ന് 24 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മയിലാടുതുറ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.